ഷൊർണൂർ നഗരസഭയിലെ വിവിധ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യുഡിഎഫിന്റെ നേതൃത്വത്തിൽ ഷൊർണൂർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ ഏകദിന ഉപവാസ സമരം നടത്തി. സമരം കെപിസിസി ജനറൽ സെക്രട്ടറി കെ.എ. തുളസി ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നഗരസഭയിലെ വാർഷിക പദ്ധതിയിലെ റോഡ് മെയിൻ്റനൻസ് ഫണ്ട് തിരിമറിയും വിവേചനവും നടത്തിയതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തുക, ഷൊർണൂർ പോസ്റ്റ് ഓഫീസ് മഞ്ഞക്കാട് വാടാനംകുറിശി റോഡിന്റെ 2 കോടി രൂപയുടെ പ്രവൃത്തിയിൽ നടത്തിയ അഴിമതിയിൽ നഗരസഭാ ചെയർമാനും കൂട്ടരുടെയും മേൽ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഷൊർണൂർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ ഉപവാസ സമരം നടത്തി. കെപിസിസി ജനറൽ സെക്രട്ടറി കെ.എ. തുളസി ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. അതിന്റെ തന്നെ ഒരു പരിച്ഛേദമാണ് ഷൊർണൂർ നഗരസഭയിലും അനുദിനം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം സംസ്ഥാനത്തെ സർക്കാരിന് ഈ നാട്ടിലെ പട്ടിണി പാവങ്ങളുടെ, സാധാരണക്കാരുടെ, തൊഴിലാളികളുടെ, കർഷകരുടെ, പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ, കുടുംബിനികളുടെ, കുടുംബനാഥന്മാരുടെ, മോട്ടോർ വാഹന തൊഴിലാളികളുടെ, ചെറുകിട കച്ചവടക്കാരുടെ, അങ്ങനെ ആരുടെയും പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണു തുറക്കാത്ത, രാജ്യത്തെ ഏറ്റവും സമ്പന്നരും സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരും മുതലാളിമാരുമായിട്ടുള്ള ആളുകളുടെ മാത്രം നേട്ടത്തിനും ലാഭത്തിനും മാത്രം പ്രവർത്തിക്കുന്ന ഒരു സർക്കാരായി നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ആദരണീയനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് മണ്ണാർക്കാട് വരികയുണ്ടായി. നിങ്ങളുടെ എവരുടെയും ശ്രദ്ധയിൽ ആ പരിപാടി പെട്ടിട്ടുണ്ടാവും. ഷൊർണൂർ നഗരസഭ വാർഷിക മെയിൻ്റനൻസ് ഫണ്ടിലെ വിവേചനത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന കെ.എ. തുളസി ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. യോഗത്തിൽ ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ അധ്യക്ഷത വഹിച്ചു. ഡിസിസി സെക്രട്ടറിമാരായ കെ. കൃഷ്ണകുമാർ, വി. കെ. ശ്രീകൃഷ്ണൻ, ടി. വൈ. ശിഹാബുദ്ദീൻ, ടി. കെ. ആഷിഖ് എന്നിവർ സംസാരിച്ചു. വൈകിട്ട് കെപിസിസി നിർവാഹക സമിതി അംഗം സി. വി. ബാലചന്ദ്രൻ നാരങ്ങനീര് നൽകി ഉപവാസ സമരം അവസാനിപ്പിച്ചു.